പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ട് ഒന്നും പറയാത്തത്? പൂരം മുഴുവനായും BJPക്ക് എഴുതി കൊടുത്തു എന്ന രീതിയിൽ എന്തെങ്കിലും ധാരണ നിങ്ങൾക്കുണ്ടോ? അതിന് നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. ഇതിനു മുമ്പ് നിങ്ങൾ പൂരം കലക്കി, ഇപ്പോൾ ഒരു അപകടം ഉണ്ടായപ്പോൾ അപ്പോഴും പൂരത്തിനെ തന്നെ അല്ലെങ്കിൽ പൂരത്തിന്റെ അതോറിറ്റിയെ തന്നെ കുറ്റം പറയുന്നു. അവിടെ തിരുത്തേണ്ട ആൾക്കാർ, ശ്രദ്ധിക്കേണ്ട ആൾക്കാർ, ഒരു നിയമലംഘനം ഉണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ച് നോക്കി അത് തിരുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ സൈലന്റ് ആയിരിക്കുന്നത് ഒരാളും ചർച്ച ചെയ്യുന്നില്ല. ഉമാ തോമസ് ഇവിടെ മറിഞ്ഞു വീണപ്പോഴും ചർച്ചയായത് മറ്റു പലതുമാണ്. യഥാർത്ഥത്തിൽ ചർച്ചയാകേണ്ടത് ഒരാൾക്ക് നിന്നിരിയാൻ പറ്റാത്ത സ്റ്റേജിന് അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥരുടെ ആ ഒരു നെഗ്ലിജൻസ് അല്ലേ? തൃശ്ശൂർ മുണ്ടത്തിക്കോട് ഇന്നലെ നടന്ന അപകടം സത്യത്തിൽ നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് അല്ലെ. എന്നാൽ പല ആൾക്കാർക്കും അതേ സംബന്ധിച്ച് ഭയമുണ്ടോ അല്ലെങ്കിൽ അതൊരു വിഷയമായിട്ട് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയമായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട സംഗതികളെല്ലാം വളരെ സുഗമമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. ആളുകളെല്ലാം നിരത്തിലിറങ്ങുന്നു, തോരണങ്ങൾ കെട്ടുന്നു, പൂരം മുന്നോട്ട് ചെയ്യാനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം വളരെ തകൃതിയായി നടക്കുന്നു. മുണ്ടത്തിക്കോട് ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അവശിഷ്ടങ്ങൾ ആൾക്കാർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആളുകളുടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് സത്യത്തിൽ നമുക്ക് പിഴയ്ക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ തന്നെ വെടിക്കെട്ട് നിരോധിക്കണം. പൂരം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഇത്തരം അനാചാരപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇനിയും വരാൻ പാടില്ല. മനുഷ്യനെ കൊല്ലുന്ന തരത്തിലുള്ള വിനോദങ്ങളൊന്നും ഈ രീതിയിൽ തീയും പുകയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല എന്ന വാദങ്ങളാണ് ഉയരുന്നത്. ശരിക്കും അതാണോ വേണ്ടത്? വീഴ്ച ആരുടേതാണ്? നമ്മുടെ രാജ്യത്ത് ഈ കരിമരുന്ന് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ടോ? നമുക്കറിയാം, എല്ലാത്തിനെ സംബന്ധിച്ചും വളരെ അടുക്കും ചിട്ടയോടും കൂടി നിയമങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു നാടാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ പൂരങ്ങളെ സംബന്ധിച്ച് ഇതുപോലുള്ള കരിമരുന്ന്, പടക്കങ്ങൾ അല്ലെങ്കിൽ ഗുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളും സുരക്ഷാ നിയമങ്ങളും നിലവിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഞാൻ നോക്കി ഒന്ന് വായിക്കാം. സുരക്ഷിത അകലം. ഓരോ ഷെഡുകൾ തമ്മിലും 12 മുതൽ 18 മീറ്റർ വരെ ദൂരം നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഒരു ഷെഡിൽ ഉണ്ടാകുന്ന സ്ഫോടനം മറ്റൊന്നിലേക്ക് പടരുന്നത് തടയാനാണിത്. തൊഴിലാളികളുടെ എണ്ണം. ഒരു ഷെഡിൽ ഒരേ സമയം പരമാവധി 2 മുതൽ 4 വരെ തൊഴിലാളികൾ മാത്രമേ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. കെട്ടിടത്തിന്റെ രീതി. ഷെഡുകൾ തീ പിടിക്കാത്ത വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം. വാതിലുകൾ പുറത്തേക്ക് തുറക്കുന്ന രീതിയിലായിരിക്കണം. അടിയന്തര ഘട്ടത്തിൽ വേഗത്തിൽ പുറത്തിറങ്ങാൻ. ഷെഡുകൾക്ക് ചുറ്റും സ്ഫോടനത്തിന്റെ ആഘാതം തടയാൻ തക്ക ഉയരത്തിൽ മൺതിട്ടകൾ നിർമ്മിക്കണം. അളവ് നിയന്ത്രണം. ഒരു ശാലയിൽ സൂക്ഷിക്കാവുന്ന വെടിമരുന്നിന്റെ അളവിന് കൃത്യമായ പരിധിയുണ്ട്. അനുവദനീയമായതിലധികം മരുന്ന് ശേഖരിക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. നിരോധിത രാസവസ്തുക്കൾ. പൊട്ടാസ്യം ക്ലോറേറ്റ് പോലുള്ള അപകടകാരികളായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഉണക്കുന്ന രീതി. മരുന്ന് നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കാൻ പാടില്ല. ഇതിനായി പ്രത്യേക ഉണക്കുപുരകൾ ഉണ്ടായിരിക്കണം. അഗ്നിശമന സൗകര്യങ്ങൾ. ഓരോ യൂണിറ്റിലും വെള്ളം നിറച്ച ബക്കറ്റുകൾ, മണൽ, ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ എന്നിവ നിർബന്ധമാണ്. മെറ്റൽ ടൂളുകളുടെ നിരോധനം. മരുന്ന് കൂട്ടുമ്പോൾ സ്പാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മെറ്റൽ ഉപകരണങ്ങൾ ഒഴിവാക്കി മരം കൊണ്ടോ റബ്ബർ കൊണ്ടോ ഉള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. വൈദ്യുതി നിയന്ത്രണം. ഷെഡുകൾക്കുള്ളിൽ വയറിങ്ങും സ്വിച്ചുകളും ഒഴിവാക്കണം. വെളിച്ചം വേണമെങ്കിൽ പുറത്തുനിന്ന് ഉള്ളിലേക്ക് അടിക്കുന്ന രീതിയിലായിരിക്കണം ക്രമീകരിക്കേണ്ടത്. ഇത്രയും സംഭവം കേട്ടിട്ട് വളരെ കാഷ്വൽ ആയിട്ട് നമ്മുടെ നിയമ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല അല്ലെ? ഇനി ഇന്നലെ നടന്ന അപകടം ഉണ്ടല്ലോ, ആ അപകടം നടക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് റിപ്പോർട്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസ് അവരെടുത്തിരുന്നു. ചാനലുകളിൽ പലതും ആ വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട്. അവര് അവിടെ പടക്കം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. പടക്ക നിർമ്മാണശാല എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. അതിലൊരു വീഡിയോ നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾ ഇപ്പൊ വായിച്ച ഏതെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ അവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏതെങ്കിലും നിയമങ്ങൾ ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ റിപ്പോർട്ട് കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. എന്നാലും പ്രാഥമികമായ റിപ്പോർട്ടിൽ കണ്ടെത്തുന്നത് എന്താണെന്ന് അറിയാമോ? നിരോധിതമായ രാസവസ്തുക്കൾ അടക്കം, ഇപ്പൊ പറഞ്ഞില്ലേ ചിലതൊന്നും അവിടെ ഉപയോഗിക്കാൻ പാടില്ല, അതൊക്കെ വലിയ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന സംഗതിയാണ്, അതടക്കം അവിടെ ഉണ്ടായിരുന്നു. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം എന്നൊക്കെ ഉണ്ട്, അതൊന്നും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഒരു മുറിയിൽ കറണ്ട് ഉണ്ടാകാൻ പാടില്ല, വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാമോ, വെയിലത്തിട്ട് ഉണ്ടാക്കിയ പടക്കം ഉണക്കുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിയമനം. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ട്. എന്താ നോക്കാത്തെ? ആരാ നോക്കണ്ടേ? ഓരോ ഷെഡുകൾ തമ്മിൽ മൺതിട്ട ഉണ്ടാകണമെന്നുണ്ട്, ഒരു തിട്ടയും ഇല്ല. ഷെഡ് തമ്മിൽ അകലവും ഇല്ല. 2 മണിക്കൂറോളം, 2 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ബാരലി കണക്കാണ്, ഇത് പൊട്ടിക്കൊണ്ടിരുന്നു. ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കണ്ടു നിൽക്കാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങോട്ടുള്ള വഴി ഭയങ്കര ഇടുക്കാണ്, ഫയർ എഞ്ചിന് പോലും കയറി പോകാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ട് ചെന്ന് വെള്ളം അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് ദൂരത്തേക്ക് ഇതിന്റെ ചൂട് ആവി. നമുക്കറിയാലോ, ഇപ്പൊ ഒന്നാമത് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് 35 ഡിഗ്രിക്ക് മേളിലാണ് ഓൾമോസ്റ്റ്.
വെയിലത്തൊക്കെ പടക്കം മുടക്കാൻ ഇട്ടാൽ സ്പാർക്ക് ഉണ്ടാവുക സ്വാഭാവികമല്ലേ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്തിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഇതിൽ പ്രാഥമികമായി ലംഘിക്കപ്പെട്ടതായിട്ട് നിലവിലുണ്ട്. ഇവിടെ മാത്രമായിരിക്കില്ല, ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന പടക്കശാലകളിലെല്ലാം പോയി നിങ്ങൾ നോക്കിക്കോ, ചാനലുകാർ പോയി നോക്കിക്കോ, ഇതിൽ ഏതെങ്കിലും ഒരു നിയമം അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കിക്കോ, ഉണ്ടാവില്ല. ആരാണ് ഇതൊക്കെ നോക്കേണ്ടത്? ഇതൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഇത് കൃത്യമായി ഉറപ്പുവരുത്തേണ്ടത് പ്രാഥമികമായി ജില്ലാ ഭരണകൂടമാണ്. ലൈസൻസ് പോലുള്ള സംഗതികൾ പ്രൊവൈഡ് ചെയ്യുന്നത് അവരാണല്ലോ. അതോടൊപ്പം തന്നെ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അവരും കൂടി ഇത് നോക്കേണ്ടതായിട്ടുണ്ട്. ഇത് കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ഇത്തരം ശാലകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് പാലിക്കപ്പെടുന്നില്ല. ആദ്യമായിട്ടല്ല ഇവിടെ വെടിക്കെട്ട് അപകടം ഉണ്ടായിരിക്കുന്നത്, അല്ലെ? പുറ്റിങ്ങൽ ദുരന്തം സംഭവിക്കുമ്പോൾ പോലും ഇങ്ങനെ തന്നെയായിരുന്നു കാര്യങ്ങൾ നടന്നത്. ഇവിടെ വീണ്ടും വെടിക്കെട്ടുകൾ നടന്നു. ഇതുപോലെ തന്നെ പടക്കശാലകൾ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ നടത്തിക്കൊണ്ടുപോയി. ഒന്നും പൊട്ടിത്തെറിച്ച് ആരും മരിക്കാത്തത് കൊണ്ട് മാത്രം അങ്ങനെ നടക്കട്ടെ എന്ന് ആൾക്കാർ വിചാരിച്ചു. കുറെ നാളെ ഉഡായിപ്പ് എന്ന് പറയുന്ന സംഗതി കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഉഡായിപ്പ് ശരിയായില്ല എന്നുള്ളത് ആദ്യം ഈ ഉഡായിപ്പ് ചെയ്യുന്ന ആൾക്കാരൊന്ന് മനസ്സിലാക്കണമെന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. നിരോധനമല്ല വേണ്ടത്, കാര്യങ്ങൾ കാര്യമായി ബുദ്ധിയോടെ വിവേകത്തോടെ ചെയ്യാൻ പഠിക്കുക എന്നതാണ് വേണ്ടത്. ജില്ലാ ഭരണകൂടം എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താത്തത്? അതോടൊപ്പം പൂരപ്രേമികളായ വ്യക്തികളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം നടത്തുമ്പോൾ നിയമപരമായി അത് എല്ലാ കാര്യങ്ങളും ശരിയായിട്ടാണ് നടക്കുന്നത്, അല്ലാത്ത രീതിയിലല്ല നമ്മൾ ഈ കാര്യം നടത്തുന്നത് എന്നത് ഉറപ്പുവരുത്താത്തത്? നമ്മൾ ഇതേ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതുമായി സംബന്ധിച്ച ഒരുപാട് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്, അവരുടെയൊക്കെ ജീവിത മാർഗമാണ്. എത്ര പേരാണ് മരിക്കുന്നതെന്നാണ് ചോദ്യം. ഇന്നലത്തെ ഒരു അപകടത്തിൽ മാത്രം 40 പേരാണ് മൊത്തമായി ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. 14 പേരുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. അതും മൃതദേഹം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു മനുഷ്യൻ ഏറ്റവും ദുരന്തപരമായിട്ടുള്ള ഒരു മരണമല്ലേ, ഒരു വേദനാകരമായിട്ടുള്ള ഒരു മരണമല്ലേ അയാൾ തീയിൽ വെന്ത് മരിക്കുക എന്ന് പറയുന്നത്? ഇതൊന്ന് കൺസിഡർ ചെയ്യണ്ടേന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ അങ്ങനൊരു മരണം ഉണ്ടാവാതിരിക്കാൻ, അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ നമ്മുടെ നാട്ടിൽ കൃത്യമായ പഠനങ്ങൾ നടത്തി കൃത്യമായ നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും വെച്ചിരിക്കെ എന്തുകൊണ്ട് ഇത് ഫോളോ ചെയ്യുന്നില്ല? അപ്പൊ അത്രയേ ഉള്ളൂ അവരുടെ ലൈഫ്. അവർക്ക് എന്തോ ആയിക്കോട്ടെ, അവർ പടക്കം ഉണ്ടാക്കുന്നവരല്ലേ. നാളെ അവർ പടക്കം പൊട്ടിത്തെറിച്ച് മരിച്ചുപോയാൽ അങ്ങ് മരിക്കട്ടെ, നമുക്കിവിടെ പിന്നെയും ബാക്ക് ടു ലൈഫ്, പൂരം ആഘോഷിക്കാം, ബാക്കി കാര്യങ്ങൾ ചെയ്യാം, ഇവിടെ നിന്ന് നിരോധിക്കണം എന്ന് പറയാം, എന്നിട്ട് അടുത്ത വാർത്ത വരുമ്പോൾ അതിന്റെ പുറകെ പോവാം. ഇങ്ങനെയാണോ? അവരുടെ വോട്ട് വാങ്ങുന്നില്ലേ? അല്ലെ, അവരുടെ അടുത്തും പോയിട്ട് വോട്ട് ചോദിക്കുന്നില്ലേ? അവരുടെ ടാക്സ് വാങ്ങുന്നില്ലേ? അവരുടെ ജീവന് നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഉത്തരവാദിത്വം ഇല്ലേ? ഇനിയും പഠനം നടത്തും, ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കും, എന്നിട്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവരും. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നേ? ഒരു വണ്ടി ആക്സിഡന്റിൽ പെട്ട് കഴിഞ്ഞാൽ അത് ടൂറിസ്റ്റ് ബസ് ആണെങ്കിൽ ഉടനെ വെള്ളം അടിക്കും. എല്ലാം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇനി ആക്സിഡന്റ് പറ്റേയില്ല. ഷവർമ കഴിച്ച ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഷവർമ നിരോധിക്കും. അതുപോലെ പൂരം നിരോധിക്കലും വെടിക്കെട്ട് നിരോധിക്കലും അല്ലല്ലോ മാർഗം. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ആകാശത്ത് ഇങ്ങനെ കളറ് വർണ്ണാഭമായിട്ടൊക്കെ പോകുന്ന രീതിയിലുള്ള പരിപാടികളോ ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടും അല്ലാതെ ഉള്ളത് എല്ലായിടത്തും ഇതുണ്ട്. കാരണം മനുഷ്യനെ സന്തോഷിക്കണ്ടേ വല്ലപ്പോഴും ഒക്കെ, അതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് തലയെടുക്കുന്ന തരത്തിലുള്ള സന്തോഷം ആകരുത്. അവിടെയാണല്ലോ ഒരു മനുഷ്യന്റെ വകതിരിവ് പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ആര് തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും എതിർക്കുന്നവരാണെങ്കിലും മനസ്സിലാക്കുക, എല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസിലൂടെ പോകാൻ നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയടക്കം കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കെ അത് പാലിക്കാത്തത് ആരാണ്? ചോദ്യം ചെയ്യേണ്ടത് അവിടെയാണ്. പൂരപ്രേമികളെയും ഈ വെടിക്കെട്ടും കൊണ്ട് നടക്കുന്ന ആൾക്കാരെയും അവർക്കൊക്കെ ഇത്ര വിവരം ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ജില്ലാ ഭരണകൂടവും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഇത് ശ്രദ്ധിക്കേണ്ടതല്ല. അവരുടെ പണി എന്താ? വേറെ എന്ത് തരത്തില് കണ്ട് സുരക്ഷാ മാനദണ്ഡം ഉറപ്പിച്ചിട്ടാണ് തിരുവമ്പാടി ദേവസ്വം പടക്കം ഉണ്ടാക്കിക്കോട്ടെ എന്നൊരു അനുമതി ഇവർ കൊടുത്തത്? ഈ വരുന്ന വിഷ്വൽസിലെല്ലാം വ്യക്തമാണ് ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇത് ചോദ്യം ചെയ്യണ്ടേ? എന്തെങ്കിലും പറയുമ്പോ സിസ്റ്റം തകരാറിലാണ് സാർ എന്ന് പറഞ്ഞാൽ മതിയോ? ആരാണ് സിസ്റ്റം? ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന സർക്കാരാണല്ലോ സിസ്റ്റം. ആ സിസ്റ്റം എന്തുകൊണ്ടാണ് ഇതേപ്പറ്റി മിണ്ടാത്തത്? നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാൽ വിത്തിൻ 5 minutes അതിനെ അപലപിച്ചുകൊണ്ട് വരുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ട് ഒന്നും പറയാത്തത്? എന്തുകൊണ്ടാണ് അവരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന രീതിയിൽ വരാത്തത്? പൂരം മുഴുവനായും BJPക്ക് എഴുതി കൊടുത്തു എന്ന രീതിയിൽ എന്തെങ്കിലും ധാരണ നിങ്ങൾക്കുണ്ടോ? അതിന് നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. ഇതിനു മുമ്പ് നിങ്ങൾ പൂരം കലക്കി, ഇപ്പോൾ ഒരു അപകടം ഉണ്ടായപ്പോൾ അപ്പോഴും പൂരത്തിനെ തന്നെ അല്ലെങ്കിൽ പൂരത്തിന്റെ അതോറിറ്റിയെ തന്നെ കുറ്റം പറയുന്നു. അവിടെ തിരുത്തേണ്ട ആൾക്കാർ, ശ്രദ്ധിക്കേണ്ട ആൾക്കാർ, ഒരു നിയമലംഘനം ഉണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ച് നോക്കി അത് തിരുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ സൈലന്റ് ആയിരിക്കുന്നത് ഒരാളും ചർച്ച ചെയ്യുന്നില്ല. ഉമാ തോമസ് ഇവിടെ മറിഞ്ഞു വീണപ്പോഴും ചർച്ചയായത് മറ്റു പലതുമാണ്. യഥാർത്ഥത്തിൽ ചർച്ചയാകേണ്ടത് ഒരാൾക്ക് നിന്നിരിയാൻ പറ്റാത്ത സ്റ്റേജിന് അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥരുടെ ആ ഒരു നെഗ്ലിജൻസ് അല്ലേ? ഇവിടെയും അതാണ് ചർച്ചയാവേണ്ടത്. അപ്പൊ തിരുത്തേണ്ടത് എവിടെയാണ് എന്നതിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. അവിടെയാണ് തിരുത്തലുകൾ ഉണ്ടാകേണ്ടത്. ആ സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്തില്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ മാറ്റാനുള്ള പവർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അത് വൈസ് ആയിട്ട് ഉപയോഗിക്കുക. വേറെ മാർഗമില്ലല്ലോ നമുക്ക്. ഞാൻ ഈ പറയുന്നത് ശരിയാണോ അല്ലയോ? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഈ ഒരു സംഭവം ഒക്കെ വേണ്ട, ഇനി സംഭവിക്കണ്ട എന്ന് വെക്കാൻ നല്ലത് വെടിക്കെട്ട് നിരോധിക്കലാണോ അതോ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്തലാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. തുടർന്ന് കാണുക പോളി ന്യൂസ്.